ഹായ് നമസ്കാരം, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമുക്കിന്ന് നല്ലൊരു ഉപ്പുമാവ് ഉണ്ടാക്കാം. അതിലേക്ക് ഞാൻ പാത്രം വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് കുറച്ച് കടുകിട്ടു. ഇനി നമുക്ക് വേണ്ടി വരുന്നത് നമുക്കൊരു ഇച്ചിരി അണ്ടിപ്പരിപ്പും സ്വല്പം മുന്തിരിങ്ങയും അതിൻ്റെ കൂടെ ഇടുക. ഇപ്പോൾ അതിനകത്ത് ഇട്ടിരിക്കുകയാണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും പെട്ടെന്നുള്ളവർക്ക് പെട്ടെന്ന് കൊച്ചുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുവാനും പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് വേണം എങ്കിൽ നമുക്ക് പെട്ടെന്നുണ്ടാക്കാൻ കഴിയുന്ന എളുപ്പത്തിൽ ഞാൻ ഒരു ടിപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. ഇത് വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നത്, ഞാൻ തന്നെ എഡിറ്റിങ്, ഞാൻ തന്നെ ശബ്ദം എല്ലാം ചെയ്യേണ്ടതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ ഒരു സവാളയും അതിലേക്ക് കറിവേപ്പിലയും കലർത്തിയിട്ട് സവാള നല്ലവണ്ണം ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഇതിൻ്റെ കൂടെ ഇട്ടിരിക്കുന്നത്. സവാള ഇട്ടു നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഇത് നമുക്ക് മൂക്കണം, വലിയ രീതിയിൽ മൂക്കണമെന്നൊന്നുമില്ല, ബ്രൗൺ കളർ ആകണമെന്നില്ല. ചെറിയ രീതിയിലൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഇനിയും വേണ്ടത് ഇഞ്ചിയും, സ്വല്പം ഇഞ്ചി, സ്വല്പം പച്ചമുളകും കൂടി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത് കൊണ്ടാണ് ഞാനിങ്ങനെയാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. ചിലവർ കീറിയാണ് പച്ചമുളക് ഇടുന്നത്. ഇഞ്ചിയും പച്ചമുളകും നല്ലോണം എനിക്ക് ഇച്ചിരി എരിയുള്ള ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് എരിയുള്ള രീതിയിലാണ് കൊച്ചുങ്ങൾക്കൊക്കെ വേണ്ടത്. അപ്പോൾ ഇച്ചിരി പഞ്ചസാരയും ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കുറച്ച് പഞ്ചസാര അതിൻ്റെ മേളിൽ വിതറി നല്ല ഒരു ചായയും കൂടി ഇതിൻ്റെ കൂടെ കുടിക്കാനുള്ള നല്ല ഒരു സംതൃപ്തിയാണ്. ഏറ്റവും രുചികരമായ രീതിയിൽ നമുക്ക് ഉപ്പുമാവ് എല്ലാവർക്കും, ചിലവർക്ക് കൊച്ചുങ്ങൾക്കൊക്കെ 2-3 ദിവസം കഴിച്ചു കഴിഞ്ഞാൽ ഉപ്പുമാവ് പിന്നെ ഇഷ്ടമല്ല. അമ്മ ഞങ്ങളെ ഉപ്പുമാവ് കൊണ്ട് വെറുപ്പിക്കുകയാണെന്നൊക്കെ പറയും. എൻ്റെ കൊച്ചുങ്ങളാണെങ്കിൽ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നാളെയും ഉണ്ടാക്കാൻ പറയും. അങ്ങനത്തുള്ള രീതിയിലാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മളിപ്പോൾ ഇഞ്ചി, ഉള്ളി, കറിവേപ്പില, അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ആദ്യമേ ഇട്ടു, കടുക് അതിന് മുന്നേ ഇട്ടു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചിയും പച്ചമുളകും നല്ല ചെറുതായ രീതിയിൽ അരിഞ്ഞത്. ഇപ്പോൾ ചെറിയ രീതിയിലൊന്ന് വഴണ്ട് വന്നിരിക്കുകയാണ്. ഇതിലേക്ക് ആവശ്യമായ രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വെള്ളം ചെറിയ രീതിയിൽ ഒഴിച്ചാൽ മതി. എത്രയാ ആവശ്യമാകുന്ന രീതിയിൽ ഞാൻ ഒരു അളവ് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഒരു കപ്പിലാണ് ഉപ്പുമാവ് എടുക്കുന്നതെങ്കിൽ അത്രയും തന്നെ വെള്ളം കൊടുക്കുക. അതാണ് ഉപ്പുമാവിൻ്റെ അളവ്. അപ്പോൾ നമുക്ക് കറക്റ്റായ രീതിയിൽ കിട്ടും. എത്ര ഉപ്പുമാവ് നമ്മൾ ഇതിലേക്ക് ഇടാൻ ഉദ്ദേശിക്കുന്നു അത്രയും വെള്ളം തയ്യാറാക്കുക. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഉപ്പിടുകയാണ്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നതിനുള്ള കാരണം ഞാൻ തന്നെയാണ് ഇത് എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ നിന്നാണ് ഞാനിപ്പോൾ വീഡിയോ പിടിക്കുന്നത്. നിങ്ങൾ ഇത് ഇഷ്ടമായെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ 2-3-4 വീഡിയോ ഞാൻ ഇത് ചെയ്യും. ഇനിയും പിന്നെ വീണ്ടും ഇടണമെന്ന് വിചാരിക്കുന്നു. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പുമാവ് ഇടാനുള്ള സമയമായി. ഇതാണ്ട് ഉപ്പുമാവ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇടത്തെ കൈയിൽ ഉപ്പുമാവ് വെക്കുക, വലത്തെ കൈ വെച്ച് ഇളക്കുക. അതാണ്ട് ഈ ഒരു പരുവമായി കഴിഞ്ഞാൽ വീണ്ടും കുറച്ചുകൂടി കുറച്ചുകൂടി റവ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഇളക്കിക്കൊണ്ടിരിക്കുക. ചെറിയ തീയിലാണ് ഇപ്പോൾ നമ്മുടെ തീയുടെ അളവ് വേണ്ടത്. വളരെ ചെറിയ രീതിയിൽ തീ വയ്ക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി കഴിഞ്ഞതിന് ശേഷം കുറച്ച് കറിവേപ്പില അതിൻ്റെ മുകളിലിട്ട് അടച്ച് ഒരു 2-3 മിനിറ്റ് വെക്കുക. 2-3 മിനിറ്റ് അടച്ച് വെക്കുക. അത് കറിവേപ്പിലയുടെയും എല്ലാ സ്മെല്ല് അതിനകത്തോട്ടൊന്ന് പിടിച്ചോട്ടെ.
ആ ഉപ്പുമാവ് വേകാനുള്ളതും ആ സമയത്ത് വേകുന്നതാണ്. നല്ല ചൂടുള്ള ഉപ്പുമാവ് പെട്ടെന്ന് റെഡിയാക്കാവുന്ന രീതിയിലാണ്. നിങ്ങൾക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാം. എന്തെങ്കിലും നമ്മൾ കുക്ക് ചെയ്യാൻ നേരത്ത് ആവശ്യമുള്ള സാധനങ്ങൾ പെട്ടെന്ന് അരിഞ്ഞ് റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം വേണം കുക്ക് ചെയ്യുവാൻ തുടങ്ങേണ്ടത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എല്ലാം റെഡിയാക്കി വെക്കുകയും തീയുടെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അടുപ്പ് തുറന്നു കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. ഒന്നുകൂടി നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ല വിട്ടുള്ള രീതിയിലുള്ള ഉപ്പുമാവാണ്, റവയാണ് ഉപ്പുമാവാണ് നമ്മളിവിടെ റെഡിയാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ചൂട് പ്ലേറ്റിനകത്തോട്ട് വിളമ്പി കഴിഞ്ഞാൽ ഉടനെ തന്നെ കുറച്ച് സ്വല്പം കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ഏറെ പഞ്ചസാര വെതറി ഇങ്ങോട്ട് കൊടുത്ത് ചൂട് ചായയും കൂടി ഇതിൻ്റെ കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സംതൃപ്തകരമായ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അതേപോലെ വൈകിട്ടും ഞാനിവിടെ ചായ റെഡിയായി കഴിഞ്ഞു. പ്ലേറ്റിലേക്ക് ഇത് വിളമ്പി വെച്ചിരിക്കുകയാണ്. നല്ല സാദുള്ള ഏറ്റവും രുചികരമായ രീതിയിൽ നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കാം. വീട്ടിലാരെങ്കിലും പെട്ടെന്ന് വരികയാണെങ്കിൽ വൈകുന്നേരത്തെ സ്നാക്സിന് വേണ്ടിയിട്ടും ചായക്കുള്ള സ്നാക്സിന് വേണ്ടിയിട്ടും കുറച്ചുണ്ടാക്കിയാൽ മതി. വൈകിട്ട് ആകുമ്പോൾ മനുഷ്യർക്ക് ഏത് അസുഖക്കാർക്കും കഴിക്കാം. ഷുഗറുകാർക്ക് കഴിക്കാം, പ്രഷറുകാർക്ക് കഴിക്കാം. ഏറ്റവും നല്ല സാധനമാണ് റവ എന്ന് പറയുന്നത്. ഏത് അസുഖക്കാർക്കും ചെറിയ രീതിയിലുള്ള വെളിച്ചെണ്ണയെ ചേർക്കാവൂ. കൂടുതൽ എണ്ണ ചേർത്ത് നിങ്ങൾ ഇത് അനാരോഗ്യകരമാക്കി തീർക്കരുത്. അതുകൊണ്ട് വാച്ച് ചെയ്ത് എല്ലാവർക്കും